സ്റ്റഡി കോർണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ണിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ചെവിയെക്കുറിച്ചാണ്, കേൾവി എന്ന അനുഭവത്തെക്കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് പോകുന്നു. നെക്സ്റ്റ് പഠിക്കുന്നത് കേൾവി. കാഴ്ച പോലെ കേൾവിയും ഒരു സംവേദനാനുഭവമാണെന്നറിയാമല്ലോ. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാനുള്ള ഒരു ഉപാധിയാണ് ഏത്? കാഴ്ച പോലെ തന്നെ കേൾവിയും. ചെവികളും മസ്തിഷ്കവും ചേർന്ന് തരുന്ന അനുഭവമാണ് കേൾവി. ഓക്കെ, ചെവി മാത്രം ഉണ്ടായാൽ കേൾവിയാവോ? ഇല്ല. ചെവി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യണം. ഓക്കെ, നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ ചെവിയും രണ്ടും കൂടെ വിചാരിച്ചാൽ മാത്രമേ എന്ത് സാധ്യമാവുകയുള്ളൂ? കേൾവി എന്ന അനുഭവം സാധ്യമാവുകയുള്ളൂ. കേൾവി എന്ന അനുഭവത്തെ തുടർന്ന് പ്രതികരണങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അതായത് കാഴ്ച പോലെ തന്നെ, കൂടുതലൊന്നും ഇതിൽ പറയാനില്ല, കാഴ്ച പോലെ തന്നെ കേൾവി എന്താണ്? ഒരു അനുഭവമാണ്, ഒരു സംവേദന അനുഭവമാണ്. ഇനി ഈ കേൾവി കൂടാതെ ചെവിക്കൊരു ഫംഗ്ഷനും കൂടിയുണ്ട്. ശരീര തുലന നില പാലിക്കുക എന്ന ധർമ്മം ചെയ്യുന്നതും ചെവി തന്നെയാണ്. ഓക്കെ, അതായത് ശരീര തുലന നില പാലിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഒരു ഭാഗം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, സെറിബെല്ലം. ഓക്കെ, അപ്പോൾ അതുകൂടാതെ നമ്മുടെ ശരീരത്തിന്റെ തുലന നില പാലിക്കണമെങ്കിൽ ബ്രെയിൻ മാത്രം പോരാ, സെറിബെല്ലം മാത്രം പോരാ, ആരും കൂടി വേണം? ചെവിയും കൂടി വേണം. അത് നിങ്ങൾ പിന്നെ പഠിക്കും. ഇപ്പം നമുക്ക് തൽക്കാലം ഇത്രയേ വേണ്ടൂ. ശ്രവണാനുഭവം പ്രദാനം ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ചെവി എന്തിനും കൂടെ സഹായിക്കുന്നു? ശരീര തുലനാവസ്ഥ പാലിക്കുക, ശരീര തുലന നില പാലനത്തിനും കൂടി ചെവി സഹായിക്കുന്നു. ഇത്ര മാത്രം ഇപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതിൽ നിന്ന് എക്സാമിന് ഒന്നും ചോദിക്കൂല. ശരീര തുലന പാലിക്കുന്നത് ചെവിയാണ്, അതൊന്നും ഓർത്തു വെച്ചോളൂ. ബാക്കിയൊന്നും നിങ്ങൾക്ക് ഇതിൽ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതകളില്ല. ഇത് ജസ്റ്റ് ഈ പാർട്ടിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ്, ഇതിൽ നിന്നൊന്നും ചോദിക്കൂല. നെക്സ്റ്റ്, ഇവിടെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ചെവി, അതിൻ്റെ ഘടനയാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. നോക്കിക്കോളൂ, നിങ്ങൾക്ക് ചിത്രം വളരെ വ്യക്തമായി കാണുന്നു എന്ന് കരുതുന്നു. ഈ ചിത്രത്തിനകത്ത്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സെയിം പിക്ചർ തന്നെയാണ്. ഈ ചിത്രത്തിനകത്ത് നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ചെവിയുടെ ഘടന, ഒരു സെക്ഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് 3 പാർട്ടാക്കി തിരിച്ചത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, ഇല്ലേ? നോക്കിയേ, ഏറ്റവും ടോപ്പിൽ അതാ ബ്ലൂ കളറിൽ എഴുതിയിട്ട് ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അതായത് മനുഷ്യൻ്റെ ചെവിയെ, മനുഷ്യൻ്റെ ചെവിയെ 3 ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെവിനെ എന്താക്കിയിട്ടുണ്ട്? 3 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ഓക്കെ, ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. നമ്മളെല്ലാം ഇനി പഠിക്കുന്നത് ഈ ചിത്രം വെച്ചിട്ടാണ്. ശ്രദ്ധിച്ചിരിക്കുക, ചിത്രം നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ ബാഹ്യകർണം എന്നെഴുതിയ ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം ചെവിക്കുടയുണ്ട്. എന്തെന്ന്? ചെവിക്കുട. ചെവിക്കുട എന്ന് വെച്ചാൽ നിങ്ങളുടെ ടീച്ചർമാർക്കും മാഷന്മാർക്കും ഒക്കെ വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗം അല്ലേ? ഇടക്കൊന്ന് പിടിക്കാൻ അല്ലേ? ഇടക്കൊന്ന് പിടിച്ച് തിരിക്കുക കുരുത്തക്കേട് കളിക്കുമ്പോൾ അല്ലേ? ഇപ്പം ആരും അങ്ങനെ ചെയ്യുന്നില്ല, എന്നാലും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഏറ്റവും പുറമേ കാണുന്ന ഭാഗം അല്ലേ? നമ്മുടെ ചെവിയുടെ ഏറ്റവും പുറമേ, നമ്മൾ ചെവി എന്ന് പറയുന്ന ഭാഗം, അതാണെന്ത്? ചെവിക്കുട. മനസ്സിലായോ? നമ്മുടെ ചെവിക്കുടയാണ് ഏറ്റവും ഔട്ടർമോസ്റ്റ് പാർട്ട്. ഇത് ബാഹ്യകർണത്തിൻ്റെ ഒരു ഭാഗം. ബാഹ്യകർണത്തിന് ഒരു ഭാഗം കൂടിയുണ്ട്. ഈ ഔട്ടർമോസ്റ്റ് കാണുന്ന ചെവിക്കുട മാത്രമല്ല, ചെവിക്കുടയിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ ക്യാച്ച് ചെയ്യും. ചെവിക്കുടയുടെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ചുറ്റുപാട് നിന്ന് വരുന്ന ശബ്ദതരംഗങ്ങളെ ക്യാച്ച് ചെയ്യുക, പിടിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ പിടിച്ചെടുത്ത ഈ ശബ്ദതരംഗങ്ങളെ നേരെ ചെവിക്കുള്ളിലേക്ക് കൊണ്ടുപോകണം. ചെവിക്കുള്ളിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഒരു ട്യൂബ് പോലത്തെ സ്ട്രക്ചർ വേണം. ആ ട്യൂബ് പോലത്തെ ഒരു ഭാഗം മക്കൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനെയാണ് കർണനാളം എന്ന് വിളിക്കുന്നത്. എന്തെന്ന്? കർണനാളം. പറയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചെവിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങൾ: ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. ബാഹ്യകർണത്തിൽ പ്രധാനമായും 2 ഭാഗങ്ങൾ, ചെവിക്കുടയും കർണനാളവും. ധർമ്മം നമ്മൾ പിന്നെയും പറയും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കുക. ചെവിക്കുട എന്ന് പറയുന്നത് ചുറ്റുപാട് നിന്ന് വരുന്ന ശബ്ദതരംഗങ്ങളെയൊക്കെ പിടിച്ചെടുത്തു, കർണനാളത്തിലൂടെ അത് ഉള്ളിലേക്ക് പാസ് ചെയ്തു. കർണനാളത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, കർണനാളത്തിൽ ധാരാളം ചെറിയ രോമകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്, ധാരാളം ചെറിയ രോമങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇയർ വാക്സ്, കർണമെഴുക് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കർണമെഴുകും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ചെവിക്കുട കഴിഞ്ഞ് സൗണ്ട് എങ്ങോട്ട് പോയി? കർണനാളത്തിലേക്ക് പോയി.
കർണനാളം കുറച്ച് നീണ്ടു കിടക്കുന്ന ഒരു ട്യൂബ് പോലുള്ള ഭാഗം. അത് കഴിഞ്ഞ് ശബ്ദതരംഗങ്ങൾ പിന്നീട് എത്തി നിൽക്കേണ്ടത് ഒരു ചെറിയ മെംബ്രെയിൻ പോലത്തെ ഒരു സ്തരം പോലുള്ള ഭാഗത്താണ്. ഈ സ്തരം പോലുള്ള ഭാഗം എന്ന് പറയുന്നത് മധ്യകർണത്തിൻ്റെ ഭാഗമാണ്. ആ ഭാഗത്തെ പറയും കർണപടം. ഓക്കെ, ശബ്ദതരംഗങ്ങൾ പോയ റൂട്ട് നിങ്ങൾ ഓർമ്മിക്കണേ. ചെവിക്കുട, കർണനാളം, കർണപടം. അവിടെ ഏകദേശം ഒരു നീല കളറിൽ ഒരു കൂണിൻ്റെ ഒക്കെ മറ്റേ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയർ പോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് കൊടുത്തിട്ടുണ്ട് അവിടെ? കർണപടം കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ കളറിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെവിക്കുടയിൽ സൗണ്ട് എത്തി, അത് കർണനാളത്തിലേക്ക് ലീഡ് ചെയ്തു, പിന്നെ എങ്ങോട്ട് പോയി? കർണപടത്തിലേക്ക് എത്തി. കർണപടം എന്തിൻ്റെ ഭാഗമാണ്? മധ്യകർണത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായല്ലോ? കർണപടം എന്തിൻ്റെ ഭാഗമാണ്? മധ്യകർണത്തിൻ്റെ ഭാഗം, അതായത് നടുക്കത്തെ പീസ്. ഓക്കെ, അപ്പം മധ്യകർണത്തിലെ കർണപടത്തിലേക്ക് സൗണ്ട് എത്തി. അവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ കർണപടം വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ചെണ്ടേൻ്റെ മുകളിലേക്ക് ഒരു കോലെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മെംബ്രെയിൻ, ഏറ്റവും ടോപ്പിലുള്ള ആ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും, കമ്പനം ചെയ്യാൻ തുടങ്ങും. അതുപോലെ നമ്മുടെ കർണപടം എന്ത് ചെയ്തു? ഇവിടെ കമ്പനം ചെയ്തു. ഓക്കെ, കർണപടത്തിലെത്തിയ ഈ കമ്പനങ്ങളെ, ശബ്ദം കൊണ്ടുണ്ടായ ഈ കമ്പനങ്ങളെ തൊട്ടടുത്ത ഭാഗമായ, നിങ്ങൾക്ക് അവിടെ കാണാം അസ്ഥിശൃംഖല. കണ്ടോ? അസ്ഥിശൃംഖല ഒരു മഞ്ഞ കളറിൽ 3 പീസായി കൊടുത്തിട്ടതാ. ഓക്കെ, മഞ്ഞ കളറിൽ 3 പീസസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് പീസ്, ഒരു സെക്കൻഡ് പീസ്, പിന്നെ ചെറിയൊരു തേർഡ് പീസ് അല്ലേ. അസ്ഥിശൃംഖലയാണിത്. അതായത് 3 എല്ലുകൾ ചേർന്ന ഒരു ഭാഗം. നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയണം, ചെവിക്കകത്താണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ എല്ലുകൾ കാണപ്പെടുന്നത്. ആ എല്ലുകളുള്ളത് ഈ അസ്ഥിശൃംഖലയിലാണ്. ഈ അസ്ഥിശൃംഖലകൾ 3 എല്ലുകൾ ചേർന്നത്, ഞാൻ അതിൻ്റെ പേര് പറയാൻ പോവാണ്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഇതിന് മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. അത് ആ ഓർഡറിൽ തന്നെയാണ് ടീച്ചർ പറഞ്ഞത്, അതേപോലെ പഠിച്ചു വെക്കുക. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 അസ്ഥികൾ അസ്ഥിശൃംഖലയിൽ കാണപ്പെടുന്നു. ഇവയിൽ സ്റ്റേപ്പിയസ് ആണ് ഏറ്റവും അവസാനം കാണുന്നത്. ഈ സ്റ്റേപ്പിയസ് ആണ് നമ്മുടെ ശരീരത്തിലെ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. ചെവിക്കുടയിൽ നിന്ന് ശബ്ദതരംഗങ്ങളെത്തി, ശബ്ദതരംഗങ്ങളെ പിടിച്ചെടുത്തു. ചെവിക്കുട നേരെ എങ്ങോട്ട് വിട്ടു? കർണനാളത്തിലേക്ക് വിട്ടു. കർണനാളത്തു നിന്ന് ഇവിടെ എത്തി, കർണപടത്തിലേക്ക് എത്തി. കർണപടം എന്ത് ചെയ്യാൻ തുടങ്ങി? കമ്പനം ചെയ്യാൻ തുടങ്ങി. കർണപടത്തിൽ ഉണ്ടാവുന്ന കമ്പനങ്ങളെ അസ്ഥിശൃംഖലകളിലേക്ക് എത്തുന്നു. ഓക്കെ, കർണപടത്തിലുണ്ടായ കമ്പനങ്ങൾ എവിടത്തേക്ക് എത്തുന്നു? അസ്ഥിശൃംഖലയിലേക്ക് എത്തുന്നു. അവർ നല്ലോണം കമ്പനം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവരെന്ത് ചെയ്യാൻ തുടങ്ങും? നല്ലോണം കമ്പനം ചെയ്യാൻ തുടങ്ങും, വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. കമ്പനം എന്ന് വെച്ചാൽ വൈബ്രേഷൻ. ഓക്കെ, അപ്പം നല്ലോണം അവർ കമ്പനം ചെയ്യാൻ തുടങ്ങും. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 അസ്ഥികളാണ് ഇവിടെയുള്ളത്. നിങ്ങളുടെ മധ്യകർണത്തിൽ കാണുന്നത്, അസ്ഥിശൃംഖലയിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ മധ്യകർണത്തിൻ്റെ 2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മക്കളെ. ഒന്നെന്താണ്? കർണപടം. കർണപടമാണ് വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, കമ്പനം തുടങ്ങുന്നത് അയാളാണ്. ദെൻ അത് എങ്ങോട്ട് വ്യാപിക്കും? അസ്ഥിശൃംഖലയിലേക്ക് വ്യാപിക്കും. അസ്ഥിശൃംഖല എന്താണ്? 3 എല്ലുകൾ ചേർന്ന ഭാഗമാണ്. ഏതൊക്കെയാണത്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഏറ്റവും ചെറുത് സ്റ്റേപ്പിയസ്, ഏറ്റവും അവസാനം കാണുന്നതും സ്റ്റേപ്പിയസ്. ഈ സ്റ്റേപ്പിയസ് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് വരുന്നത് മുഴുവൻ എന്താണ്? ആന്തരകർണത്തിൻ്റെ ഭാഗങ്ങളാണ്. മനസ്സിലായോ? ആന്തരകർണത്തിൻ്റെ ഭാഗമാണ് ശേഷം വരുന്നതൊക്കെ. പിന്നെ മധ്യകർണത്തിൽ തന്നെ ഒരാളും കൂടിയുണ്ട്. അതവിടെ നോട്ട് ചെയ്തിട്ടില്ല, മീൻസ് അവിടെ ലേബൽ ചെയ്തിട്ടില്ല, പക്ഷെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. അസ്ഥിശൃംഖലക്ക് താഴെ ഒരു ചുവന്ന കളറിലൊരു ഭാഗം കണ്ടു, അത് താഴേക്ക് ഒരു പൈപ്പായിട്ട് പോകുന്നു കണ്ടു, ഇതേ റെഡ് കളറിൽ തന്നെ. അതായത് നമ്മുടെ അസ്ഥിശൃംഖലയുടെ തൊട്ട് താഴെ ഒരു കനാൽ പോലെ താഴേക്ക് കൊടുത്തിട്ട് ആ കനാലിന് ഒരു പേരുണ്ട്. അതിനെയാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ യൂസ്റ്റേക്കിയൻ നാളി എന്ന് വിളിക്കുക. ഓക്കെ, എന്താണ് യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി അഥവാ യൂസ്റ്റേക്കിയൻ നാളി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ട്യൂബും കൂടി എന്തിൻ്റെ ഭാഗമാണ്? മധ്യകർണത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ല എങ്കിൽ ഇല്ല എന്നും നിങ്ങൾ ദയവേത് കമൻറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ലേ.
ഓക്കെ, അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ചെവിക്കുട, പിന്നെ കർണനാളം, ഇത് രണ്ടും ബാഹ്യകർണത്തിൻ്റെ ഭാഗം. പിന്നെ വരുന്നത് മധ്യകർണമാണ്. മധ്യകർണത്തിൽ വരുന്നത് കർണപടം. കർണപടം കഴിഞ്ഞു വരുന്ന ഭാഗം അസ്ഥിശൃംഖല. അസ്ഥിശൃംഖല കഴിഞ്ഞു വരുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അസ്ഥിശൃംഖല കഴിഞ്ഞിട്ടല്ല, അസ്ഥിശൃംഖലയുടെ തൊട്ട് താഴെയായിട്ട് ഒരു ട്യൂബും കൂടെ കാണുന്നുണ്ട്. ആ ട്യൂബിൻ്റെ പേരാണ് യൂസ്റ്റേഷ്യൻ നാളി അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ യൂസ്റ്റേഷ്യൻ ട്യൂബും കൂടി എന്തിൻ്റെ ഭാഗമാണ്? മധ്യകർണത്തിൻ്റെ ഭാഗമാണ്. യൂസ്റ്റേഷ്യൻ ട്യൂബിന് സൗണ്ട് പാസ് ചെയ്യുന്നതിൽ വലിയ റോളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് അവിടെ കൊടുക്കാഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ നെക്സ്റ്റ് ആന്തരകർണം. അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ബാഹ്യകർണം കണ്ടു, മധ്യകർണം കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ആന്തരകർണത്തിലേക്കാണ്. ആന്തരകർണത്തിനകത്ത് കുറേ ആൾക്കാരുണ്ട്. ഈ ആന്തരകർണമാണ് നമുക്ക് കേൾവി എന്ന അനുഭവം ഉണ്ടാക്കി തരുന്ന പ്രധാനപ്പെട്ട ഒരാൾ. അതായത് ആന്തരകർണത്തിനാണ് മെയിൻ റോൾ ഉള്ളത് അവിടെ. ഓക്കെ, അതായത് കേൾവിക്ക് കാരണമാകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ നമ്മളെ സഹായിക്കുന്ന ശബ്ദം പിടിച്ചെടുക്കുന്ന ഗ്രാഹികൾ കാണപ്പെടുന്നത് ആന്തരകർണത്തിലാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ആന്തരകർണത്തിൻ്റെ ഭാഗം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം സെമി സർക്കുലാർ കനാൽ ഉണ്ട്. ഇതൊന്ന് സെമി സർക്കുലാർ കനാൽ, അതായത് നമ്മളിങ്ങനെ മലയാളത്തിൽ റ എന്ന് എഴുതിയതുപോലെ അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ബാൻഡ് പോലെ കാണുന്ന 3 സെമി സർക്കുലാർ കനാലുകൾ, പരസ്പരം ലംബമായി സ്ഥിതി ചെയ്യുന്ന 3 സെമി സർക്കുലാർ കനാലുകൾ എവിടെയുണ്ട്? ആന്തരകർണത്തിലുണ്ട്. ധർമ്മങ്ങൾ നമ്മൾ വഴിയെ പഠിക്കും. ഇപ്പം നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് മാത്രം പറയാം. ഓക്കെ, ജസ്റ്റ് ആരൊക്കെ ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. അപ്പോൾ ആന്തരകർണത്തിനകത്ത് 3 സെമി സർക്കുലാർ കനാലുകൾ കാണപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾ നോക്കിയേ, ആ സെമി സർക്കുലാർ കനാലിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ബൾജ് ചെയ്തൊരു ഭാഗം, അതിനെയാണ് വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? വെസ്റ്റിബ്യൂള്. അപ്പോൾ ആന്തരകർണത്തിലെ 2 ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. പരസ്പരം ലംബമായി സ്ഥിതി ചെയ്യുന്ന 3 സെമി സർക്കുലാർ കനാലുകളുണ്ട്. ആ സെമി സർക്കുലാർ കനാലിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ബൾജ് ചെയ്തൊരു പോർഷൻ അതാ കാണുന്നത്. ആ ബൾജ് ചെയ്ത പോർഷൻ എന്ത് വിളിക്കും? വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കും അല്ലേ? വെസ്റ്റിബ്യൂൾ എന്ന് വിളിക്കും. ആ വെസ്റ്റിബ്യൂളിൽ നിന്ന് അതാ മക്കളെ ഒരു നാഡി സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? വെസ്റ്റിബ്യൂളിൽ നിന്ന് ഒരു നാട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു മഞ്ഞ കളറിൽ കുറേ നാര് പോലെ കൊടുത്തിട്ടതാ. ആ വെസ്റ്റിബ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാഡീ ശൃംഖലയെ നമ്മൾ വിളിക്കും വെസ്റ്റിബ്യുലാർ നാഡി. ഇതെന്ന് വെസ്റ്റിബ്യുലാർ നാഡി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളെ ബോറടിപ്പിക്കാനല്ല, പറയുന്ന കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആന്തരകർണത്തിൽ പ്രധാനമായിട്ടും കുറേ ഭാഗങ്ങളുണ്ട്. അതിൽ 2 നമ്മളിപ്പോൾ പറഞ്ഞു. അതായത് പരസ്പരം ലംബമായി സ്ഥിതി ചെയ്യുന്ന 3 സെമി സർക്കുലാർ കനാലുകളും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് ബൾജ് ചെയ്ത മീൻസ് വീർത്തിരിക്കുന്ന ഒരു ഭാഗം കാണാം. ആ വീർത്തിരിക്കുന്ന ഭാഗത്തെ വിളിക്കും വെസ്റ്റിബ്യൂള്. ചിത്രം നന്നായി ശ്രദ്ധിക്കണേ. വെസ്റ്റിബ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് നാഡികളുണ്ട്. ആ വെസ്റ്റിബ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാഡികളെ വിളിക്കും വെസ്റ്റിബ്യുലാർ നാഡി. ഓക്കെ, കിട്ടിയല്ലോ? ഇത്രയും മനസ്സിലായല്ലോ? ഇനി വെസ്റ്റിബ്യൂളും കഴിഞ്ഞ് കുറച്ചും കൂടെ താഴേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒച്ചിൻ്റെ പുറന്തോടിൻ്റെ ആകൃതിയിൽ ചുരുണ്ട് മറിഞ്ഞ് കിടക്കുന്ന ഒരാളെ എവിടെ കാണാം നിങ്ങൾക്ക് അല്ലേ? ഒച്ചിൻ്റെ പുറത്തെ ആ ഒരു പുറന്തോടിൻ്റെ ആകൃതിയിൽ ചുരുണ്ട് കിടക്കുന്ന ഒരാളുണ്ട് അവിടെ. അയാളുടെ പേരെന്താ? കോക്ലിയ. ഇതിന് കോക്ലിയ. ഓക്കെ, ചുരുണ്ട് കിടക്കുന്ന ആ ഭാഗത്തെ പറയും കോക്ലിയ. ഈ കോക്ലിയാണ് കേൾവിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യുന്നത്. ഇതിനകത്താണ് ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്നത്. നമ്മൾ പഠിക്കും, നമുക്ക് കൃത്യമായി കോക്ലിയയുടെ മാത്രം സ്ട്രക്ചറൊക്കെ എടുത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഒച്ചിൻ്റെ പുറന്തോടിൻ്റെ ആകൃതിയിൽ ചുരുണ്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? കോക്ലിയ. ഓക്കെ, ഇനി ആ കോക്ലിയയുടെ തൊട്ട് പുറകുന്ന് കണക്ട് ചെയ്തൊരു മഞ്ഞ കളർ നാഡി പോലെ കൊടുത്തിട്ടതാ അയാളെ വിളിക്കും ശ്രവണനാഡി. ഇതിന് ശ്രവണനാഡി. 2 നാഡികൾ ഈ ഭാഗത്ത് പഠിച്ചുവേ. ഒന്ന് വെസ്റ്റിബുലാർ നാഡിയും മറ്റൊന്ന് ശ്രവണനാഡിയും. ശ്രവണനാഡി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഡ്യൂട്ടി അറിയാം. മിക്കവാറും അത് ബ്രെയിനിലേക്ക് കൊണ്ടുപോകും, നമ്മളെ ശ്രവണത്തിന് സഹായിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കും. വെസ്റ്റിബുലാർ നാഡി എന്തിനാന്ന് വെച്ചാൽ ശരീര തുലനനില പാലിക്കുക എന്നൊരു ഡ്യൂട്ടിയും കൂടെ നമ്മുടെ ചെവിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് വെസ്റ്റിബുലാർ നാഡി. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇപ്പം ഇത്ര മാത്രം നിങ്ങൾ മനസ്സിലാക്കിയോ? നമ്മുടെ ചെവിയുടെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും ഓരോ ഭാഗത്തും വരുന്ന അതിലെ പാർട്സും, അതായത് ഇപ്പോൾ ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്നിങ്ങനെ 3 ഭാഗങ്ങൾ. ബാഹ്യകർണത്തിൽ വരുന്നത് ചെവിക്കുട, കർണനാളം. മധ്യകർണത്തിൽ വരുന്നത് എന്തൊക്കെയാണ്? കർണപടം, അസ്ഥിശൃംഖല അല്ലേ? അതുപോലെ ഒരാളും കൂടിയില്ലേ അവിടെ രേഖപ്പെടുത്താത്ത ഒരാൾ? ആരാത്? യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലേ?
അപ്പോൾ യൂസ്റ്റേഷ്യൻ നാളി. അപ്പോൾ ബാഹ്യകർണത്തിൽ ചെവിക്കുട, കർണനാളം, മധ്യകർണത്തിൽ കർണപടം, അസ്ഥിശൃംഖല, യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി. ഇനി ആന്തരകർണത്തിലോ സെമി സർക്കുലാർ കനാൽസ്, വെസ്റ്റിബ്യൂള്, കോക്ലിയ, വെസ്റ്റിബുലാർ നാഡി, ശ്രവണനാഡി. ഇത്രയുമാണ് ചെവിയുടെ ഭാഗങ്ങൾ. ഓക്കെ, നമുക്കിത് ഓരോന്നും പഠിക്കാനുണ്ട്. ലെങ്തി ആവില്ലല്ലോ, നമുക്ക് കുറച്ചുകൂടെ എടുക്കാം. വളരെ കുറച്ച് സമയമല്ലായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്, നമുക്ക് കുറച്ചുകൂടെ പറയാം. നോക്കിക്കോളൂ. അപ്പോൾ ചെവിയുടെ മുഖ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ടേബിളാണ്, നിങ്ങളിത് ഫില്ല് ചെയ്യണം. നോക്കിക്കോളൂ. മുഖ്യ കർണഭാഗം, അതായത് പ്രധാനപ്പെട്ട ചെവിയുടെ ഭാഗങ്ങൾ ഉൾപ്പെടുന്ന അനുബന്ധ ഭാഗം. ബാഹ്യകർണം, ചെവിക്കുട, കർണനാളം എന്നിവയാണ് ബാഹ്യകർണത്തിൽ വരുന്നത്. മധ്യകർണം, കർണപടം, അസ്ഥിശൃംഖല, യൂസ്റ്റേഷ്യൻ നാളി. ഇവിടെ യൂസ്റ്റേഷ്യൻ നാളി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മധ്യകർണത്തിൽ വരുന്നത് കർണപടം, അസ്ഥിശൃംഖല, യൂസ്റ്റേഷ്യൻ നാളി. അസ്ഥിശൃംഖല എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയുണ്ട്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഓക്കെ, ആരൊക്കെയുണ്ട്? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 ആൾക്കാരുണ്ട്. അപ്പോൾ കിട്ടിയല്ലോ മധ്യകർണത്തിൽ 3 പേര്. കർണപടം, അസ്ഥിശൃംഖല, യൂസ്റ്റേഷ്യൻ നാളി. ദെൻ ആന്തരകർണത്തിൽ ആരൊക്കെയുണ്ട് നോക്കിക്കോ. സെമി സർക്കുലാർ കനാൽസ് അല്ലേ, സെമി സർക്കുലാർ കനാൽ, വെസ്റ്റിബ്യൂൾ, കോക്ലിയ, ശ്രവണനാഡി, വെസ്റ്റിബുലാർ നാഡി. കിട്ടിയല്ലോ. സെമി സർക്കുലാർ കനാല്, വെസ്റ്റിബ്യൂള്, കോക്ലിയ, ശ്രവണനാഡി, വെസ്റ്റിബുലാർ നാഡി. ഇപ്പം നിങ്ങൾ തൊട്ട് മുന്നേ ആ ചിത്രം കണ്ട് വന്നവരാ നിങ്ങൾ. അപ്പോൾ ഈ ഓരോ ടേമും പറയുമ്പോൾ അത് എവിടെയാണെന്ന് മനസ്സിലാവണം കേട്ടോ. ഇനി നമ്മൾ ഓരോ ടേം യൂസ് ചെയ്യുമ്പം ആ ചിത്രത്തിൽ അതെവിടെ, ചെവിയുടെ ഘടന കാണിക്കുന്ന തൊട്ട് മുന്നത്തെ ഈ പിക്ചറിൽ നമ്മൾ പറയുന്ന ഓരോ ഭാഗങ്ങളും എവിടെയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഫിക്സ് ആവണം. അപ്പോഴേ പെട്ടെന്ന് കോക്ലിയ എന്ന് പറയുമ്പോൾ എന്താ ചുരുണ്ട് കിടക്കുന്ന ഭാഗം എന്ന് നമുക്ക് ഓർക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ വെസ്റ്റിബുലാർ നാഡി എന്ന് പറയുമ്പോൾ വെസ്റ്റിബ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നാഡി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിത്രം ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, എങ്കിലും മാത്രമേ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളത് സഹായിക്കുള്ളൂ. അതേസമയം ചിത്രം മനസ്സിലാവാത്ത ഒരാൾക്ക് ഇത് കുറച്ച് ടഫായിരിക്കും. ഓക്കെ, നമുക്ക് പോവാം. അപ്പോൾ ഈ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി ഇത് പറയുന്നില്ലേ. ഇനി ഡൗട്ടുള്ള ആൾക്കാർ വീണ്ടും ഒന്നത് കേട്ട് നോക്കുക. അപ്പോൾ ഇനി നോക്കുക, ചെവിക്കുടയുടെ ധർമ്മങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കൂ. ചെവിക്കുടയുടെ ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്നു. എന്താ ഒന്നാമത്തെ ഡ്യൂട്ടി? ശബ്ദതരംഗങ്ങളെ അയാൾ എന്ത് ചെയ്യും? കർണനാളത്തിലേക്ക് നയിക്കുന്നു. ഓക്കെ, അവരെന്ത് ചെയ്യും? ശബ്ദതരംഗങ്ങളൊക്കെ പിടിച്ചെടുത്ത് നേരെ കർണനാളത്തിലേക്ക് പാസ് ചെയ്യും. ശബ്ദം ഏത് വശത്തു നിന്നാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നു. ഏത് ഭാഗത്തു നിന്നാണ് സൗണ്ട് വരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ആര് സഹായിക്കും? ചെവിക്കുട സഹായിക്കും. അതുപോലെ അന്യവസ്തുക്കൾ കയറാതെ കർണനാളത്തെ ഒരു പരിധി വരെ സംരക്ഷിക്കുന്നു. ഓക്കെ, അന്യവസ്തുക്കളൊന്നും കയറാതെ കർണനാളത്തെ എന്ത് ചെയ്യുന്നു? ഒരു പരിധി വരെ സംരക്ഷിച്ചു പിടിക്കുന്നതും ആര് തന്നെ? ചെവിക്കുട തന്നെ. മനസ്സിലായല്ലോ? കൂടുതലൊന്നും പറയാനില്ല. ശബ്ദതരംഗങ്ങൾ കർണനാളത്തിലേക്ക് നയിക്കും. ശബ്ദം ഏത് സൈഡിൽ നിന്നാണ് വന്നതെന്ന് മനസ്സിലാക്കും. അന്യവസ്തുക്കൾ കയറാതെ സംരക്ഷിക്കുന്നു. ഇനി അടുത്ത ആളാണ് കർണനാളം അല്ലേ? ചെവിക്കുട കഴിഞ്ഞു. തൊട്ടടുത്ത ഭാഗം, ബാഹ്യകർണത്തിന്റെ തൊട്ടടുത്ത ഭാഗമാണ് ഏത്? കർണനാളം. കർണനാളം കർണപടത്തിലേക്ക് ശബ്ദതരംഗങ്ങളെ നയിക്കുന്നതിനോടൊപ്പം ഒന്നാമത്തെ ഫംഗ്ഷൻ ആടെ ആയി. എന്തെന്ന്? ശബ്ദത്തെ എങ്ങോട്ട് നയിക്കും? കർണനാളത്തിൽ നിന്ന് ശബ്ദതരംഗങ്ങൾ എങ്ങോട്ട് പോകും? കർണപടത്തിലേക്ക് പോകും. അതൊന്നാമത്തെ ധർമ്മം. അതിനോടൊപ്പം അന്യവസ്തുക്കളിൽ നിന്നും കർണപടത്തെ സംരക്ഷിക്കുന്നു. അന്യവസ്തുക്കൾ എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് ചിലപ്പം പ്രാണികളൊക്കെ വരാം. നമ്മുടെ ചെവിക്കകത്ത് ഇയർ വാക്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് സ്മെല്ല് ചെയ്തിട്ടൊക്കെ ആര് വരാം? പ്രാണികൾ കയറി വരാം അല്ലേ? അല്ലെങ്കിൽ ചെറിയ ജീവികളൊക്കെ കയറാം ഉള്ളിലേക്ക്. അപ്പോൾ അത്തരത്തിലുള്ള അന്യവസ്തുക്കളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ജീവികളിൽ നിന്നുമൊക്കെ നമ്മുടെ കർണപടത്തെ സംരക്ഷിച്ചു പിടിക്കുന്നത് കർണനാളമാണ്. കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണമെഴുകും സെബവും. ഓക്കെ, സെബം എന്താണെന്ന് നിങ്ങൾക്ക് തൊക്കെടുക്കുമ്പോൾ നിങ്ങൾ പഠിക്കും. നമ്മുടെ ഗ്രന്ഥികളിൽ നിന്ന്, സെബേഷ്യസ് ഗ്രന്ഥികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നവയാ. നമ്മുടെ കർണനാളത്തിൽ ധാരാളം ഗ്രന്ഥികൾ കാണപ്പെടുന്നുണ്ട്. ഈ ഗ്രന്ഥികളാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കർണമെഴുകും സെബവും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന കർണമെഴുകും സെബവും, അതുപോലെ അവിടുത്തെ രോമങ്ങളും ചെവിക്കകത്തേക്ക് പ്രാണികളും പൊടിപടലങ്ങളും പ്രവേശിക്കുന്നത് തടയുന്നു.
ഓക്കെ, ചെവിക്കകത്തേക്ക് പ്രാണികളും മറ്റും കടക്കുന്നത് തടഞ്ഞു വെക്കുന്നത് ആരാണ്? നമ്മുടെ കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന കർണമെഴുകും സെബവും ഒക്കെയാണ്. ഓക്കെ, ഇനി കണ്ണുനീരിനെ പോലെ എന്ന് പറയുമ്പോൾ കണ്ണുനീരിൻ്റെ ധർമ്മം അറിയണമല്ലോ. ഒന്ന് പറഞ്ഞേ, പഴയതൊന്നും ഓർമ്മയുണ്ടോ നോക്കട്ടെ. കണ്ണുനീരിൻ്റെ ധർമ്മം എന്തായിരുന്നു? കണ്ണിൻ്റെ മുൻഭാഗത്തെ എപ്പോഴും നനവുള്ളതാക്കി വെക്കുന്നു. പിന്നെ കണ്ണുനീരിൽ ആര് കാണപ്പെടുന്നു? കണ്ണുനീരിൽ ആര് കാണപ്പെടുന്നു? ലൈസോസൈം എന്ന എൻസൈം കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ അതിനെന്തുണ്ട്? കണ്ണുനീരിന് എന്തുണ്ട്? അണുനാശക സ്വഭാവമുണ്ട്. എന്തെന്ന്? അണുനാശക സ്വഭാവം, രോഗാണുക്കളെ കൊല്ലുന്ന സ്വഭാവമുണ്ട്. അതേപോലെയാണ് ആരും? കർണമെഴുകിനും എന്തിനുള്ള ശക്തിയുണ്ട്? അണുനാശക സ്വഭാവമുണ്ട്. അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? അപ്പം ഇപ്പോൾ എവിടെ എത്തി നമ്മൾ? ബാഹ്യകർണം കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പോൾ ചെവിക്കുടയുടെ ഡ്യൂട്ടി കണ്ടു, കർണനാളത്തിൻ്റെയും ഡ്യൂട്ടി നിങ്ങൾ കണ്ടു. അപ്പോൾ അങ്ങനെ ഇതാ സൗണ്ട് വരികയാണ്. ചെവിക്കൂടെ സൗണ്ട് പിടിച്ചെടുത്തു, കർണനാളത്തിലൂടെ സൗണ്ട് നിങ്ങളുടെ മനസ്സിൽ വരട്ടെ. കർണനാളത്തിലൂടെ സൗണ്ട് ട്രാവൽ ചെയ്തു. ഇപ്പോൾ എവിടെ എത്തി സൗണ്ട്? ടിംബാനത്തിലേക്ക് എത്താൻ പോകുന്ന കർണപടത്തിലേക്ക് എത്തി. മുട്ടി നോക്കിക്കോ. കർണപടം അഥവാ ടിംബാനം എന്ന് പറയുന്നത് 9 മുതൽ 10 മില്ലിമീറ്റർ വ്യാസമുള്ളതും, അതിൻ്റെ സൈസ് എന്ന് പറയുന്നില്ല, എന്താ പറയുക, വീതി എന്ന് പറയുന്നത്, വ്യാസം എന്ന് പറയുന്നത് 9 മുതൽ 10 മില്ലിമീറ്റർ വരെയാണ്. 9 മുതൽ 10 മില്ലിമീറ്റർ വരെ വ്യാസമുള്ളതും 0.1 മില്ലിമീറ്റർ മാത്രം കനമുള്ളതുമാണ്. വ്യാസമുണ്ട് എത്ര? 9 to 10 മില്ലിമീറ്റർ ആണ്, അത് ഓർമ്മ വേണം. 9 to 10 മില്ലിമീറ്റർ ആണ് എന്തുള്ളത്? നമ്മുടെ ടിംബാനത്തിൻ്റെ, അതായത് കർണപടത്തിൻ്റെ വ്യാസമുള്ളത്. എന്നാൽ അതിൻ്റെ കനം എന്ന് പറയുന്നത് വെറും 0.1 മില്ലിമീറ്റർ മാത്രമാണ്. അതിൻ്റെ കനം എന്താണ്? 0.1 മില്ലിമീറ്റർ മാത്രമാണ് അതിൻ്റെ കനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊട്ടക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെവിയിലേക്ക് എന്താ പറയുക, ഒന്നും എടുത്ത് നിങ്ങൾ കുത്തരുത്. ഓക്കെ, നമ്മൾ ചെവി ക്ലീൻ ചെയ്യാനുള്ള പേരിൽ കൂർത്ത വസ്തുക്കളൊന്നും തന്നെ ചെവിയിലേക്ക് ഇടരുത്. കാരണം എന്താ? വളരെ നേർത്ത ഒരു സ്ഥലമാണ് ടിംബാനം അല്ലെങ്കിൽ നിങ്ങളുടെ കർണപടം. അത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് അത് പൊട്ടിപ്പോവാനിടയാവും. ടിംബാനം പൊട്ടിക്കഴിഞ്ഞാൽ സൗണ്ടിന് ഉള്ളിലേക്ക് കടത്തിവിടാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ കർണപടം അഥവാ ടിംബാനത്തിൻ്റെ ധർമ്മം ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യപ്പെടുന്ന ഭാഗം. എന്താണ് ധർമ്മം? ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുക എന്നതാണ് ധർമ്മം. മനസ്സിലായോ? അപ്പോൾ കർണപടം അഥവാ ടിംബാനത്തിൻ്റെ പ്രത്യേകത എന്താ? 9 മുതൽ 10 മില്ലിമീറ്റർ വരെ വ്യാസമുണ്ട്. അതിൻ്റെ കനം എന്ന് പറയുന്നത് വെറും 0.1 മില്ലിമീറ്റർ ആണ്. എന്താ ധർമ്മം? ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്നു. ഇത്രയായാലേ നമ്മുടെ മധ്യകർണത്തിലെ ആദ്യത്തെ ഭാഗം കഴിഞ്ഞു. ഏത്? കർണപടം കഴിഞ്ഞു. നെക്സ്റ്റ്, നിങ്ങൾക്ക് ഇവിടെ മധ്യകർണത്തിൻ്റെ കുറച്ചും കൂടി സൂം ചെയ്തൊരു പിക്ചർ കാണാം. മധ്യകർണത്തിനകത്ത് ആദ്യം കൊടുത്തിരിക്കുന്നു, ആ ഒരു വയലറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു കർണപടം. അതിനുശേഷം നമ്മുടെ 3 എല്ലുകൾ കാണാം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ്. ഇല്ലേ? മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 എല്ലുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അല്ലേ? മഞ്ഞ കളറിൽ കൊടുത്തിട്ടുണ്ട്. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 എല്ലുകൾ കാണാം. ആ 3 എല്ലുകളാണ് നമ്മുടെ അസ്ഥിശൃംഖല. ഓക്കെ, പിന്നെ ഒരു യൂസ്റ്റേഷ്യൻ കനാലും കാണാം. ആദ്യത്തേൽ യൂസ്റ്റേഷ്യൻ കനാലും യൂസ്റ്റേഷ്യൻ ട്യൂബും ഒക്കെ ഒന്ന് തന്നെ കേട്ടോ. യൂസ്റ്റേഷ്യൻ നാളി എന്നും പറയും. ഓക്കെ, അപ്പോൾ പേര് കേട്ട് പേടിക്കേണ്ട. പല സ്ഥലത്ത് പല രീതിയിൽ ടീച്ചർ പറയുന്നതെന്ന് ചിന്തിക്കേണ്ട, എല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ യൂസ്റ്റേഷ്യൻ കനാല് നിങ്ങൾക്ക് അവിടെ കാണാം. ചിത്രത്തിൽ അങ്ങനെ കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ യൂസ്റ്റേഷ്യൻ കനാലും കാണാം. മാലിയസ്, ഇൻകസ്, സ്റ്റേപ്പിയസ് എന്നിങ്ങനെ 3 എല്ലുകൾ അഥവാ അസ്ഥിശൃംഖല കാണാം. ഒരു കർണപടവും കാണാം. ഇനി ആ ബോക്സിൽ കൊടുത്ത കാര്യമാണ് പറയുന്നത്. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് കർണപടം കമ്പനം ചെയ്യുന്നു. ഈ കമ്പനങ്ങൾ മധ്യകർണത്തിലെ അസ്ഥിശൃംഖലയിലെ അസ്ഥികളെ കമ്പനം ചെയ്യിപ്പിക്കുന്നു. ഒന്നും പറയണ്ടല്ലോ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ഥാനം തന്നെയല്ലേ. ശബ്ദതരംഗങ്ങൾക്കനുസരിച്ച് ആര് കമ്പനം ചെയ്യാൻ തുടങ്ങും? കർണപടം കമ്പനം ചെയ്യാൻ തുടങ്ങും. ഈ കമ്പനത്തെ എങ്ങോട്ട് കൊടുക്കും? അസ്ഥിശൃംഖലയിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അസ്ഥിശൃംഖലയിലെ അസ്ഥികൾ എന്ത് ചെയ്യും? കമ്പനം ചെയ്യും. ഈ കമ്പനത്തിൽ ആർക്ക് ഡ്യൂട്ടി ഇല്ല? യൂസ്റ്റേഷ്യൻ കനാലിന് യാതൊരു ഡ്യൂട്ടിയും ഇല്ല. ഓക്കെ, അതിന് വേറെ തന്നെയാണ് ധർമ്മം.
നമുക്കത് പഠിക്കാം, നോക്കിക്കോ. ഇനി അസ്ഥിശൃംഖല താഴെ കൊടുത്തിട്ടുണ്ട്. അസ്ഥിശൃംഖല കർണപടത്തിന്റെ കമ്പനങ്ങളെ ആന്തരകർണത്തിലെത്തിക്കുന്നു. എന്താ അസ്ഥിശൃംഖലയുടെ ഡ്യൂട്ടി? കർണപടത്തിൽ നിന്ന് ഇപ്പൊ കമ്പനം ആർക്ക് കിട്ടി? അസ്ഥിശൃംഖലക്ക് കിട്ടി, മാലേസ് ഇൻകസസ് സ്റ്റേപ്പിയസിന് കിട്ടി. ഇതിനെ എങ്ങോട്ട് പാസ് ചെയ്യാം? ഇതിനെങ്ങോട്ട് കൊടുക്കുക? ആന്തരകർണത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ഡ്യൂട്ടി? അസ്ഥിശൃംഖലയുടെ ഡ്യൂട്ടി. ഓക്കെ, അസ്ഥിശൃംഖലയുടെ ധർമ്മം മനസ്സിലായല്ലോ. ദെൻ യൂസ്റ്റേഷ്യൻ കനാൽ അഥവാ യൂസ്റ്റേഷ്യൻ നാളിയുടെ ധർമ്മം നമുക്കൊന്ന് നോക്കാം. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്നു. കർണപടം നിങ്ങൾ നോക്കിയേ, കർണപടത്തിന്റെ ഇരുവശം എന്ന് പറയുമ്പോൾ ഈ ഇപ്പുറത്തെ സൈഡ് ഏതാ? പുറത്തത്തെ സൈഡ് ഏതാ? നമ്മുടെ ബാഹ്യകർണല്ലേ. ഇനി ഉള്ളിലത്തെ സൈഡ് ഏതാ? മധ്യകർണല്ലേ. അപ്പൊ കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കുക എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? മധ്യകർണവും ബാഹ്യകർണത്തിലെ അന്തരീക്ഷ വായുവും തമ്മിലുള്ള ഈ വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഏറ്റവും ഷോർട്ടായി പറഞ്ഞാൽ കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്നു. കൂടാതെ ഇമ്പോർട്ടൻ്റ് ആണ്, കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാനും ഇത് സഹായിക്കുന്നു. കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക്, ഗ്രസനി എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം, നമ്മുടെ അന്നനാളം ഒക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒക്കെ ഒഴുകാനും ആര് സഹായിക്കുന്നു? യൂസ്റ്റേഷ്യൻ കനാല് സഹായിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇത്രയാണ് എന്തിൽ വരുന്നത്? മധ്യകർണത്തിൽ വരുന്നത്. യൂസ്റ്റേഷ്യൻ കനാലിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന 4 സെന്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് യൂസ്റ്റേഷ്യൻ കനാൽ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന 4 സെന്റിമീറ്ററോളം നീളമുള്ള കുഴലാണ് ഇത്? യൂസ്റ്റേഷ്യൻ കനാൽ. സാധാരണ ഇത് അടഞ്ഞിരിക്കും, എന്നാലും ചവക്കുമ്പോഴും മൂക്ക് ചീറ്റുമ്പോഴും മറ്റും ഇത് തുറക്കപ്പെടും. ഓക്കെ, ചവക്കുന്ന സമയത്തും മൂക്ക് ചീറ്റുന്ന സമയത്തും ഒക്കെ ഇതെന്ത് ചെയ്യും? തുറന്നു വരും. കർണപടത്തിന് ഇരുവശത്തുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ ആര് സഹായിക്കും? യൂസ്റ്റേഷ്യൻ നാളി സഹായിക്കും. കൂടാതെ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാനും സഹായിക്കുന്നു. മനസ്സിലായോ? എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, പലതവണ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി വീണ്ടും വീണ്ടും ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസ്റ്റേഷ്യൻ നാളി നിങ്ങൾക്ക് കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി സ്റ്റേപ്പിസിലെത്തുന്ന കമ്പനങ്ങൾ എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത്? മക്കളെ നിങ്ങൾ ആലോചിച്ചോ, ബാഹ്യകർണത്തിൽ നിന്ന് കമ്പനങ്ങൾ വന്നു, ചെവിക്കുട, കർണനാളം, നമ്മുടെ മധ്യകർണത്തിലെത്തി. ഏതാണ്? കർണപടം. കർണപടം കമ്പനം ചെയ്തു. കമ്പനങ്ങൾ എങ്ങോട്ട് പാസ് ചെയ്തു? അസ്ഥിശൃംഖലയിലേക്ക് പാസ് ചെയ്തു. അസ്ഥിശൃംഖല എന്ന് പറയുമ്പോൾ മാലിയസ്, ഇൻകസസ്, സ്റ്റേപ്പിയസ് അല്ലേ? സ്റ്റേപ്പിയസിലെത്തി നിൽക്കുന്നു ഇപ്പം ആര്? നമ്മുടെ കമ്പനങ്ങൾ. ഇനി ഈ സ്റ്റേപ്പിയസിലെത്തുന്ന കമ്പനങ്ങൾ എങ്ങോട്ടാണ് നയിക്കപ്പെടുന്നത്? ഈ കമ്പനം എങ്ങോട്ടാണ് പോകുന്നത്? കേൾവിയെ സഹായിക്കുന്ന തരത്തിൽ ആന്തരകർണത്തിലെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് നമുക്കിനി പഠിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ തന്നെ ക്ലാസ് 20 മിനിറ്റിനെക്കാളും കൂടുതൽ നീണ്ടുപോയി എന്ന് കരുതുന്നു. അപ്പോൾ ബോറടിപ്പിക്കുന്നില്ല, തൽക്കാലം നമുക്കിന്ന് ഇവിടെ നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആന്തരകർണത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പോഴത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകരുത്. ഈ വീഡിയോ കണ്ട് അല്ലെങ്കിൽ ഈ ക്ലാസ് കണ്ട് ഇത് മനസ്സിൽ ഉറപ്പിച്ചതിന് ശേഷം മാത്രം ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടി നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. അല്ലെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നമ്മൾ പണിയെടുക്കുന്ന മുഴുവൻ എന്തിനാ? നിങ്ങൾക്ക് മനസ്സിലാവാനല്ലേ. അപ്പോൾ നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ആദ്യം പഠിച്ചു വെക്കുക, എന്നിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എക്സാം ആവാൻ കാത്തു നിൽക്കരുത്, കാര്യങ്ങളൊന്നും കൂട്ടി വെക്കരുത്. നമുക്കിപ്പോൾ തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ.